തുടർന്നുള്ള നടപടികൾ, അതായത് ഷിംജിതയുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കുക, അതുപോലെ തന്നെ ലാപ്ടോപ്പോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കേണ്ടതാണ്. ആദ്യം ഈ ഷിംജിത പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അവർ രണ്ടാമത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അതായത് ആദ്യം ഈ ദീപകിന്റെ വിഷ്വൽ കാണിക്കുന്നിടത്ത് ഉണ്ടായിരുന്നത് പകരം ഒരല്പം കൂടി സ്ലോ മോഷനായിട്ട് അതിൽ കുറച്ച് സാവകാശമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് പിന്നീട് അവർ പുറത്തുവിട്ടത്. അതായത് ആദ്യം പ്രാഥമികമായി തന്നെ അതിൽ എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് ഇത് എവിടെ വെച്ചാണ് എഡിറ്റ് ചെയ്തത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ള വേറെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ പോലീസിന്റെ പരിശോധനയിൽ വ്യക്തമാകേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ നിമിഷത്തിൽ നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അവർക്ക് ജാമ്യമില്ല, 14 ദിവസം ജയിലിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേസിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ കൊയിലാണ്ടി ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധന നടത്തിയ ശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി. കേസിൽ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. ഇനി റിമാൻഡിലാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. ഇനി ജില്ലാ കോടതിയിലേക്ക് മാറ്റാനാണ് സാധ്യത. ഇപ്പോൾ അനീസ് അലി സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ഷിംജിതയ്ക്കെതിരെ ക്യാമ്പയിൻ അടക്കം നടന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോയിരുന്നത്. ഈ സംഭവം നടന്ന് 6ാം ദിവസമാണ് ഷിംജിത കസ്റ്റഡിയിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഷിംജിതയും ദീപക്കും സഞ്ചരിച്ച ബസിന്റെ ജീവനക്കാർ അടക്കം പ്രതികരിച്ചത്. പക്ഷേ ഇത്തരത്തിലൊരു കേസ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഞങ്ങൾ അറിഞ്ഞില്ല, ആരും പരാതിപ്പെട്ടില്ല എന്നൊക്കെയായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായി ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയാവുന്നത് കൊണ്ട് തന്നെ എന്താണ് സത്യാവസ്ഥ എന്താണ്, ഏതെങ്കിലും രീതിയിൽ എഡിറ്റ് ചെയ്താണോ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഷിംജിത ഇപ്പോൾ അനീസ് അലി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, പിന്നാലെ അത് ഡിലീറ്റ് ചെയ്ത ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. അതാണ് വൈറലായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ, സ്ലോ മോഷൻ അടക്കമുള്ളവ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ, മനഃപൂർവ്വം അത്തരത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ദീപകിന്റെ കുടുംബത്തിന്റെ പ്രതികരണം വന്നത് അവർക്ക് കടുത്ത ശിക്ഷ തന്നെ ഈ വിഷയത്തിൽ നൽകണമെന്നായിരുന്നു ദീപകിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ആദ്യം ഷിംജിതയെ എത്തിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ശക്തമായ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് അത്തരത്തിൽ അവിടെ ചില കൂടിച്ചേരലുകളൊക്കെ ഉണ്ടായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അതീവ രഹസ്യമായി നേരെ കുന്നമംഗലം കോടതിയിലേക്ക് ഹാജരാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിൽ ആൾക്കൂട്ടം അവിടെ തമ്പടിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനി 14 ദിവസത്തേക്ക് ഷിംജിതയെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. ഇനി ജില്ലാ കോടതിയിലേക്ക് മാറ്റാനാണ് സാധ്യത. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നതിലടക്കം ഒരു ചോദ്യം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.